പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ ബന്ധം അവസാനിച്ചെന്ന് യു.എസ്. മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. എല്ലാവർക്കും ഇതൊരു പാഠമാണെന്നും ആദ്യ ട്രംപ് സർക്കാരിൽ NSA-ആയി സേവനമനുഷ്ഠിച്ച ബോൾട്ടൺ പറഞ്ഞു. നരേന്ദ്രമോദിയുമായി ട്രംപിന് വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും യു.എസ്. പ്രസിഡന്റുമായി ഇനി അടുത്ത ബന്ധം പുലർത്തിയാലും ലോക നേതാക്കൾക്ക് വലിയ ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി. 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യ-യു.എസ്. ബന്ധത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബോൾട്ടൺ ട്രംപിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. ട്രംപ് രാജ്യാന്തര ബന്ധങ്ങളെ കാണുന്നത് നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ യു.എസിനും റഷ്യയ്ക്കുമിടയിൽ നല്ല ബന്ധമുണ്ടാകും. ഇപ്പോൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KR സ്റ്റാർമറുമായി ട്രംപിന് നല്ല വ്യക്തിബന്ധമുണ്ടായിരിക്കാം, എന്നാൽ അതൊരിക്കലും ഗുണകരമാകില്ല, മോശം സാഹചര്യത്തിൽ സംരക്ഷണം നൽകുകയുമില്ല. ബ്രിട്ടീഷ് മീഡിയ പോർട്ടൽ LBCക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. തെരുവ് നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നത് നായ്ക്കളുടെ കടി കൂടാൻ കാരണമാകുമെന്ന് മേനകാ ഗാന്ധി. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഡൽഹി കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്നും മേനകാ ഗാന്ധി പറഞ്ഞു. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ പ്രശ്നങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നും എല്ലാ പ്രതിസന്ധികളെപ്പോലെ ഇതും ദരിദ്രരെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും മേനകാ ഗാന്ധി പറഞ്ഞു. സമ്പന്നരായ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകൾ തെരുവുകളിൽ നിന്ന് നായ്ക്കളെ കൊണ്ടുപോകാൻ പണം നൽകുന്നു. എന്നാൽ കോർപ്പറേഷൻ നിശബ്ദമായി അവയെ ദരിദ്രരുടെ താമസ സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു. ആരെയാണ് തെരുവുനായ കടിക്കുന്നത്? സമ്പന്നർക്ക് കടിയേൽക്കുന്നില്ല. പാവപ്പെട്ടവരും താഴ്ന്ന മധ്യവർഗക്കാരുമാണ് നായ്ക്കളുടെ കടിയേൽക്കുന്നത്. കോർപ്പറേഷൻ ഇതൊരു ബിസിനസ്സാക്കി മാറ്റി. സമ്പന്നർ താമസിക്കുന്ന മേഖലകളിലെ റോഡുകളിൽ അധികം നായ്ക്കളില്ല. എന്നാൽ പാവപ്പെട്ടവർ താമസിക്കുന്നിടത്ത് നായ്ക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന് മേനകാ ഗാന്ധി പറഞ്ഞു. തെരുവുനായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നത് നായ്ക്കളുടെ കടി കൂടാൻ കാരണമാകുമെന്ന് മേനകാ ഗാന്ധി. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഡൽഹി കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്നും മേനകാ ഗാന്ധി പറഞ്ഞു. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ പ്രശ്നങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്നും എല്ലാ പ്രതിസന്ധികളെപ്പോലെ ഇതും ദരിദ്രരെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും മേനകാ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയിൽ പ്രതിവർഷം 46,000 മുതൽ 60,000 പേർ വരെ പാമ്പുകടിയേറ്റ് മരിക്കുന്നതായി പഠനം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പാമ്പുകടി മരണനിരക്കാണ് ഇന്ത്യയിലേതെന്നാണ് റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, കേരളം, ബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടിയേറ്റ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യയിൽ പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു. PLOS നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പാമ്പുകളുടെ ഭൂമിശാസ്ത്രപരമായ പരിധികളിൽ മാറ്റം വരുത്തുകയും അത്തരം മാറ്റങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും മനുഷ്യരും പാമ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതായും പഠനത്തിൽ പറയുന്നുണ്ട്. അടിയന്തര ഇടപെടലില്ലെങ്കിൽ ഇത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവന് ഭീഷണിയാണെന്നും ബോധവൽക്കരണ പ്രചാരണങ്ങൾക്കൊപ്പം ശക്തമായ ആരോഗ്യ സംരക്ഷണ നടപടികളും വർദ്ധിച്ചുവരുന്ന ഈ അപകടം കുറയ്ക്കുന്നതിന് നിർണായകമാകുമെന്നും പഠനത്തിൽ പറയുന്നു. അനിൽ അംബാനിയുടെയും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെയും വായ്പ അക്കൗണ്ടുകൾ ഫ്രോഡാണെന്ന് ബാങ്ക് ഓഫ് ബറോഡ പ്രഖ്യാപിച്ചു. ആർകോം കോർപ്പറേറ്റ് പാപ്പര പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപെടുത്ത വായ്പകളുമായി ബന്ധപ്പെട്ടാണ് ബാങ്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനിൽ അംബാനിയെ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നേരത്തെ നീക്കം ചെയ്തിരുന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെ നടപടി സംബന്ധിച്ച് ആർകോം നിയമോപദേശം തേടുകയാണ്. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ബാങ്ക് നടപടി. റിലയൻസ് ഹൗസിംഗ് ഫിനാൻസ്, ആർകോം, റിലയൻസ് കമേഴ്ഷ്യൽ ഫിനാൻസ് എന്നീ കമ്പനികൾ എടുത്ത വായ്പകൾ സംബന്ധിച്ച് 13 ബാങ്കുകളിൽ നിന്നായി ED വിശദാംശങ്ങൾ തേടിയതായും റിപ്പോർട്ടുണ്ട്. 17,000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ നവി മുംബൈ ആസ്ഥാനമായുള്ള ഒരു ടെലികോം കമ്പനിയാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. 2019 ജൂൺ മുതൽ കമ്പനിയെ കോർപ്പറേറ്റ് പാപ്പര പ്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നിയമിച്ച റെസൊല്യൂഷൻ പ്രൊഫഷണലാണ് അതിന്റെ ബിസിനസ്സും ആസ്തികളും കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ അനീഷ് നിരഞ്ജൻ നാനാവധിയാണ് ആർകോമിന്റെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ. നേരത്തെ SBIയും ബാങ്ക് ഓഫ് ഇന്ത്യയും ആർകോമിന്റെ വായ്പാ അക്കൗണ്ടുകൾ തട്ടിപ്പാണെന്ന് കണ്ടെത്തിയിരുന്നു. TVK തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് നടൻ വിജയുടെ സംസ്ഥാന പര്യടനം സെപ്റ്റംബർ 13 ആരംഭിക്കും. തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക. വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന യാത്രയുടെ ആദ്യഘട്ടത്തിൽ അരിയലൂർ, പെരമ്പലൂർ, തഞ്ചാവൂർ, തിരുവാരൂർ, നാമക്കൽ, ഈറോഡ് തുടങ്ങി 10 ജില്ലകളിൽ പര്യടനം നടത്തും. പൊതുയോഗം, റോഡ് ഷോ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ഈ യാത്രയ്ക്കായി പ്രത്യേകം സജ്ജമാക്കിയ ബസ് ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി TVKയുടെ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിജയ് സംസ്ഥാന പര്യടനത്തിന് ഇറങ്ങുകയാണ്.
കഴിഞ്ഞ മാസം മധുരയിൽ നടന്ന 2ാം സംസ്ഥാന സമ്മേളനത്തിലാണ് തമിഴ്നാട് പര്യടനം വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ മുഖ്യധാര പാർട്ടികളുടെ മാതൃകയിൽ ജനസമ്പർക്ക പരിപാടികളും റോഡ് ഷോയും തെരുവ് യോഗങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സംസ്ഥാന യാത്രയാണ് TVK ആസൂത്രണം ചെയ്യുന്നത്. ബാംഗ്ലൂർ രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ 2 മലയാളികൾ ഉൾപ്പെടെ 6 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികളെ പിടിച്ചത്. ഇവരിൽ നിന്ന് 21 കോടി രൂപ വിലയുള്ള 7 കിലോ മെത്താംഫിറ്റമിൻ പിടിച്ചെടുത്തു. മലയാളികളായ AM സുഹൈൽ 31, KS സുജിൻ 32, നൈജീരിയൻ പൗരന്മാർ, ബാംഗ്ലൂർ സ്വദേശികളായ ദമ്പതികൾ എന്നിവരെയാണ് ഡൽഹി പോലീസ് പിടിച്ചത്. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ, കേരളം എന്നിവിടങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. സുഹൈലും സുജിനും ചേർന്നാണ് ലഹരി സംഘം ബാംഗ്ലൂരിൽ നടത്തിയിരുന്നതെന്നാണ് പോലീസ് റിപ്പോർട്ട്. പിടിയിലായ ബാംഗ്ലൂർ സ്വദേശികളായ ദമ്പതികൾക്കും സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. MD സഹീദ് 39, ഭാര്യ സുഹ ഫാത്തിമ 29 എന്നിവരാണ് പിടിയിലായ ദമ്പതികൾ. മയക്കുമരുന്നിനടിമയായ ആദ്യ ഭർത്താവ് വഴിയാണ് ഫാത്തിമ ലഹരിമരുന്നു വ്യാപാരത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. സഹീദിനെ പുനർവിവാഹം ചെയ്ത ശേഷം ദമ്പതികൾ സുഹൈലുമായി ഇടപാടുകൾ നടത്തുകയായിരുന്നു. ഡൽഹി, ബാംഗ്ലൂർ, കേരളം തുടങ്ങി സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു വിതരണ ശൃംഖല പിടിയിലായ ലഹരി സിൻഡിക്കേറ്റിനുണ്ടായിരുന്നുവെന്നും നൈജീരിയൻകാരാണ് ലഹരി മരുന്ന് വിതരണം ചെയ്തിരുന്നതെന്നുമാണ് പോലീസ് പറയുന്നത്. വിദ്യാർത്ഥികൾ, IT പ്രൊഫഷണലുകൾ, യുവാക്കൾ എന്നിവരെയാണ് സിൻഡിക്കേറ്റ് ലക്ഷ്യമിട്ടതെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ഹർഷീന്ദോര പറഞ്ഞു. സുഹൈലിനെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കുറച്ചുകാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ഒരു ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് സുഹൈലിനെയും സുജിനെയും പോലീസ് പിടിച്ചത്. റെയ്ഡിൽ 6 കിലോഗ്രാം മെത്താംഫിറ്റമിൻ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിൽ സുഹൈലിനെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കുറച്ചു കാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നും അവർക്ക് പോലീസിനോട് പറയേണ്ടി വന്നു. തുടർന്നാണ് പോലീസ് ബാംഗ്ലൂരിലെത്തി റെയ്ഡ് നടത്തിയ ദമ്പതികൾ അടക്കമുള്ളവരെ പിടിച്ചത്. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ എടുക്കുന്നതിന് സഹകരിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതർക്ക് കത്തു നൽകും. കാർഡിയോവാസ്കുലർ, റേഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനമാണ് തേടുന്നത്. ഇവരുടെ സൗകര്യം കൂടി നോക്കിയ ശേഷം അടുത്ത ആഴ്ച മെഡിക്കൽ ബോർഡ് യോഗം ചേരും. കാട്ടാക്കട കിള്ളി സ്വദേശിയായ S സുമയ്യയുടെ ശരീരത്തിലാണ് ഗൈഡ് വയർ ഉള്ളത്. ബുധനാഴ്ച ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം എക്സ്റേ, CT സ്കാൻ എന്നിവ പരിശോധിച്ചിരുന്നു. 2.5 വർഷം മുൻപ് കുടുങ്ങിയ ഗൈഡ് വയർ എടുക്കാനാകുമെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധരുടെ പ്രതീക്ഷ. ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇതേക്കുറിച്ച് വിശദമായ ചർച്ചയും നടത്തും. ഗൈഡ് വയർ എടുക്കാമെന്ന് ശ്രീചിത്രയിലെ ഡോക്ടർമാർ കൂടി അഭിപ്രായപ്പെട്ടാൽ വൈകാതെ സുമയ്യയെ CT സ്കാനിന് വിധേയമാക്കും. ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാമും ചെയ്യും. ഗൈഡ് വയർ ഞരമ്പുകളിൽ ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ എടുക്കുന്നതിന് തടസ്സമില്ല. ചെറിയ മട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും പുറത്തെടുക്കാൻ സാധിക്കുമെന്നും മെഡിക്കൽ ബോർഡിൽ അഭിപ്രായം ഉയർന്നിരുന്നു. 2023 മാർച്ച് 22 ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയിട്ടുണ്ടെന്ന് ഏപ്രിലാണ് കണ്ടെത്തിയത്. ഉടൻ ശ്രീചിത്രയിലെ ഡോക്ടർമാരുടെ അഭിപ്രായം തേടിയപ്പോൾ പുറത്തെടുക്കുന്നത് വെല്ലുവിളിയാകുമെന്നായിരുന്നു മറുപടി. അതിനാലാണ് അവിടുത്തെ സീനിയർ ഡോക്ടർമാരുടെ കൂടി അഭിപ്രായം തേടാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കാൻ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യൂറോപ്യൻ നേതാക്കൾ. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്ത, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലെയ്ൻ എന്നിവരാണ് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചത്. ശനിയാഴ്ച 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം കോപ്പൻഹേഗനിൽ നടക്കാനിരിക്കെയാണ് നേതാക്കൾ മോദിയുമായി സംസാരിച്ചത്. യുക്രൈൻ യുദ്ധം റഷ്യ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നതിൽ ഇന്ത്യയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാനുണ്ട്. യുക്രൈൻ യുദ്ധം ആഗോള സുരക്ഷയെ ബാധിക്കുകയും സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുവഴി ലോകത്തിനാകെ ഭീഷണി ഉയർത്തുന്നു എന്ന് പ്രധാനമന്ത്രി മോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം അന്റോണിയോ കോസ്റ്റ, ഉർസുല ഫോൺ ഡെർ ലെയ്ൻ എന്നിവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ തീരുവകൾ നിയമവിരുദ്ധമെന്ന അപ്പീൽ കോടതിയുടെ വിധിക്കു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ച് ട്രംപ് ഭരണകൂടം. തീരുവ പ്രഖ്യാപനങ്ങൾ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ നിർണായകമായ ഒരു ഭാഗമാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. റഷ്യയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ രാജ്യാന്തര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് തീരുവ ചുമത്താൻ പ്രസിഡന്റ് അടുത്തിടെ അധികാരം നൽകി. യുദ്ധം തകർത്ത യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഒരു നിർണായക ഭാഗമാണിത് എന്ന് ഹർജിയിൽ പറയുന്നു.
ചരക്ക് സേവന നികുതി അഥവാ GST കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും ചേർന്ന് നടപ്പാക്കിയത് പ്രധാനപ്പെട്ട തീരുമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. GST കൂടുതൽ ലളിതമായി മാറിയിരിക്കുകയാണെന്നും GSTയിൽ 2 നിരക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും മോദി പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഇരട്ട ഡോസാണ് GST 2.0 എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. GST പരിഷ്കാരങ്ങൾ നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ 22-ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീപാവലിക്കും ഛഠ് പൂജയ്ക്കും മുൻപ് സന്തോഷത്തിന്റെ ഇരട്ടി ധമാക്ക വാഗ്ദാനം ചെയ്യുകയാണ്. ദരിദ്രർക്ക്, മധ്യവർഗ സ്ത്രീകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കർഷകർക്ക്, യുവാക്കൾക്ക് എന്നിവർക്കാണ് GST പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ചും ഗുണം ചെയ്യുക. ഇത് തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കും. ഉപഭോഗത്തിലും വളർച്ചയിലും പുതിയൊരു മുന്നേറ്റമുണ്ടാകും. പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. GST പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ സമ്പദ് വ്യവസ്ഥയിൽ 5 പുതിയ രത്നങ്ങൾ അഥവാ പഞ്ചരത്നങ്ങൾ ചേർത്തിട്ടുണ്ട്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും ഫെഡറലിസത്തെ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുമെന്ന് മോദി പറഞ്ഞു. അതേസമയം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവും മോദി ഉന്നയിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് അവർ നിത്യോപയോഗ സാധനങ്ങൾ, ഭക്ഷണം, മരുന്ന് എന്നിവയ്ക്ക് പോലും നികുതി ചുമത്തിയെന്നും കോൺഗ്രസ് കുട്ടികളുടെ ടോഫിക്ക് പോലും നികുതി ചുമത്തിയെന്നും മോദി പറഞ്ഞു. ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് വളരെ മുൻപ് വെളിപ്പെടുത്തൽ നടത്തിയ പോലീസുകാരനാണ് ഉമേഷ് വള്ളിക്കുന്ന്. എന്നാൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOയുമായിരുന്ന അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമേഷ് മുൻപുന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ പ്രസക്തമാകുകയാണ്. പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഒന്നുമാത്രമാണ് കസ്റ്റഡി മർദ്ദനം. ഞാൻ ഫറോക്ക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾ നിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് നിർത്തി. മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ പോലീസ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്നു ഉമേഷ് വള്ളിക്കുന്ന്. പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഒരു ഇരയാണ് VS സുജിത്. ഞാൻ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് പോലീസിൽ ഗുണ്ടാ സംഘങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. അന്ന് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പകരം എന്നെ പിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് പോലീസുകാരിലെ പല ഉന്നതർക്കും ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം വെളിപ്പെട്ടു. IPS പദവിയിലിരിക്കുന്നവർ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള പോലീസുകാർ വരെ പലതരത്തിലുള്ള ക്രൈമുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഒന്നുമാത്രമാണ് കസ്റ്റഡി മർദ്ദനം. മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ജോലി ചെയ്യാനാണ് പല പോലീസുകാരും ശ്രമിക്കുന്നത്. അതുകൊണ്ടുതന്നെ തന്റെ സ്റ്റേഷനിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. അനധികൃതമായ കസ്റ്റഡി പാടില്ല എന്നോ ബലപ്രയോഗം നടത്താൻ പാടില്ല എന്നോ പറയാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടുതന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് അവർ ഈ ക്രൈമുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. CCTV ഉണ്ടെന്നറിഞ്ഞിട്ടും സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ്. അവർക്കു പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട് എന്നതാണ് വാസ്തവം. അല്ലാതെ അവർക്കിത്ര ധൈര്യമുണ്ടാവില്ല. പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ്. പക്ഷേ പോലീസുകാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനമുണ്ട്. 2003 തുടക്കത്തിലാണ് സ്റ്റേഷനുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത്. സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുമെന്നുറപ്പുണ്ടായിട്ടും ക്യാമറയ്ക്ക് മുൻപിൽ വെച്ച് സുജിത്തിനെ മർദ്ദിച്ചെങ്കിൽ ഈ ദൃശ്യങ്ങൾ ആർക്കും കൊടുക്കേണ്ടതില്ല. അനായാസം നശിപ്പിച്ചു കളയാമെന്ന ധാരണയുള്ളതുകൊണ്ടാണ്, ആ ഉറപ്പുള്ളതുകൊണ്ടാണ്. വിവരാവകാശ പ്രകാരം 1 മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട വിഷ്വൽസ് സുജിത്തിന് ലഭിച്ചത് 2 വർഷത്തിന് ശേഷമാണ്. ഇത്രയും വൈകിട്ടും ഈ വിഷ്വൽസ് നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം അന്നേ ദിവസം CCTV വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വിഷ്വൽസ് നശിച്ചുപോയി തുടങ്ങിയ കളങ്ങൾ ആ പോലീസുകാർ പറഞ്ഞേക്കും. സുജിത്തും വർഗീസ് ചൊവ്വന്നൂരും ബുദ്ധിപൂർവ്വം പോരാടിയതുകൊണ്ടാണ് ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെട്ടത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്ന് ഇവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ വെച്ച് ആളുകളെ മർദ്ദിക്കാറില്ല. ഞാൻ ഫറോക്ക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾ നിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് നിർത്തി. ഒത്തുതീർപ്പിനായി സുജിത്തിനെ സമീപിച്ചവർ വലിയ തുക വാഗ്ദാനം ചെയ്തു. താങ്കൾക്ക് ഇതുപോലുള്ള വാഗ്ദാനങ്ങളോ ഭീഷണികളോ കിട്ടിയിട്ടുണ്ടോ?
IG-ആയി വിരമിച്ച ഒരാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ പലതരത്തിലുള്ള ഭീഷണികളും ഒത്തുതീർപ്പിനുള്ള ക്ഷണങ്ങളും കിട്ടിയിട്ടുണ്ട്. റിട്ടയർ ആവാനായ സമയത്ത് അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന താക്കീതുകൾ കിട്ടിയിട്ടുണ്ട്. പോലീസ് സേനയ്ക്കകത്തു നിന്നായിരുന്നു ഇതെല്ലാം. പക്ഷെ എനിക്ക് സൗകര്യമില്ല, എനിക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ സഹിച്ചോളാമെന്നാണ് പറഞ്ഞത്. സസ്പെൻഷന് ശേഷം എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്തിത്തരാമെന്ന വാഗ്ദാനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇതിനൊന്നും ഞാൻ വഴങ്ങിയില്ല. പിറന്നു വീഴും മുൻപേ മരിച്ചുവെന്ന ഡോക്ടർമാർ വിധിയെഴുതിയ പിഞ്ചു ശരീരത്തിലെ ജീവന്റെ തുടിപ്പ് നഴ്സുമാരിൽ ഒരാൾ യാദൃച്ഛികമായി തിരിച്ചറിഞ്ഞു. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാശുപത്രി സംവിധാനം ഒന്നാകെ കൈകോർത്തപ്പോൾ പിറന്നത് സന്തോഷത്തിന്റെ പൊന്നോണം. മരണത്തിന്റെ തണുപ്പിൽ നിന്ന് നഴ്സസ് ഗീതയുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മാലാഖ കുഞ്ഞ് അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു. തിരൂർ തലക്കെടത്തൂർ അൽ നൂർ ആശുപത്രിയാണ് പിഞ്ചുകുഞ്ഞിന്റെ പുനർജന്മത്തിന് വേദിയായത്. രക്തസ്രാവം വന്ന പൂർണ്ണ ഗർഭിണിയെയാണ് ബുധനാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരുടെ ഗർഭകാല പരിശോധന മറ്റൊരു ആശുപത്രിയിലായിരുന്നു. കുഞ്ഞിന് ജീവൻ ഉണ്ടാകില്ല എന്ന സങ്കടവാർത്ത അവസാന പരിശോധനയ്ക്ക് ശേഷം കുടുംബത്തെ അറിയിച്ചിരുന്നു. പ്രസവതീതി ആകുന്നതുവരെ വിശ്രമിക്കാനും നിർദ്ദേശിച്ചു. ആ കാത്തിരിപ്പിനിടയിലാണ് രക്തസ്രാവം ഉണ്ടായത്. സ്ഥിരമായി കാണിക്കുന്ന ആശുപത്രിയിലേക്ക് ദൂരം കൂടുതലായതിനാൽ അൽ നൂറിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കാലുകൾ ആദ്യം പുറത്തുവരുന്ന ബ്രീച്ച് പൊസിഷനിലായിരുന്നു കുഞ്ഞ്. പൊക്കിൽ കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അലീഷ ഷാജഹാൻ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഫവാസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ സംഘം സാധാരണ പ്രസവം സാധ്യമാക്കി. ഓമനത്വമുള്ള പെൺകുഞ്ഞ്, ദേഹത്താകെ നീലനിറം. കുഞ്ഞിന് ജീവനില്ലെന്ന് നേരത്തെ ഡോക്ടർ അറിയിച്ചിരുന്നതിനാൽ പുറത്തുള്ളവർക്ക് കൈമാറാനായി നഴ്സുമാരെ ഏൽപ്പിച്ചു. കുഞ്ഞിനെ പൊതിഞ്ഞു കൈമാറാനതിനായി എത്തിയ മുതിർന്ന നഴ്സ് KM ഗീതയ്ക്ക് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടിയിൽ ജീവന്റെ മിടിപ്പ് അനുഭവപ്പെട്ടു. ഉടൻ CPR നൽകി. കരയാനായി കുഞ്ഞിന്റെ കാലിലടിച്ചു. പല ശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞു ശ്വാസമെടുത്തു. വിവരമറിയിച്ചപ്പോൾ ഡോക്ടർമാർ ഓടി വന്നു. പിന്നീട് 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ കുഞ്ഞ് സാധാരണ നിലയിലായി. തിരൂർ സ്വദേശികളാണ് രക്ഷിതാക്കൾ. തുടർ ചികിത്സകൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അൽ നൂർ ആശുപത്രി മാനേജർ KT അൻസാർ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിലെ CCTV സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. കഴിഞ്ഞ 8 മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ 11 പേർ മരിച്ചെന്ന ഒരു പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഇടപെടൽ. പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ച് സുപ്രീം കോടതി സ്വമേധയാ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം ഏറ്റെടുത്തത്. കഴിഞ്ഞ 8 മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ 11 മരണങ്ങൾ സംഭവിച്ചുവെന്ന് ദൈനിക് ഭാസ്കർ പത്രത്തിലെ റിപ്പോർട്ട് ഇതിനാധാരമായി. 2020-ൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൈറ്റ് വിഷൻ സൗകര്യമുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലും ഇത് നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ പലയിടത്തും ഈ ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി നേരിട്ടിടപെടാൻ തീരുമാനിച്ചത്. ഈ സുപ്രധാന നീക്കം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവായ VS സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. 2023 ഏപ്രിൽ 5 നടന്ന ഈ സംഭവം CCTV ദൃശ്യങ്ങളുണ്ടായിട്ടും പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിലെ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കോടതിയുടെ ഈ നീക്കം ഊന്നിപ്പറയുന്നത്. ചരക്ക് സേവന നികുതി അഥവാ GST സ്ലാബുകൾ 4-ൽ നിന്ന് 2-ആയി കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇതോടെ എല്ലാ മരുന്നുകളുടെയും GST 5% കുറയും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറയും. സ്ലാബുകൾ കുറയ്ക്കണമെന്ന നിർദ്ദേശം 56ാമത് GST കൗൺസിൽ യോഗം അംഗീകരിച്ചു. സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. വരുമാനം കുറയുന്നതിനാൽ നഷ്ടപരിഹാരം വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഹിമാചൽ പ്രദേശ്, കർണാടക, ഝാർഖണ്ഡ്, പഞ്ചാബ്, തമിഴ്നാട്, ജമ്മു കാശ്മീർ, തെലങ്കാന, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളും ഉന്നയിച്ചു. നിലവിലെ 12%, 28% സ്ലാബുകൾ നിർത്തലാക്കാനും 5%, 18% നിരക്കുകൾ തുടരാനുമാണ് തീരുമാനം. 12% GST ഉള്ള 99% ഉൽപ്പന്നങ്ങളുടെയും നികുതി 5%-ആയി കുറയും. 28% നികുതി ചുമത്തുന്ന 90% സാധനങ്ങളും 18% വിഭാഗത്തിലേക്കും മാറും. 5%-ത്തിലേക്ക് വന്നവ മരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, ബാൻഡേജ്, ഗ്ലൂക്കോമീറ്റർ,
ഹോട്ടൽ അക്കോമഡേഷൻ സർവീസസ്, ജിം, സലൂൺ, യോഗ സെന്റർ, പാക്കേജ്ഡ് ഭുജിയ, സോസ്, പാസ്ത, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചോക്ലേറ്റ്, കോഫി, ശീതീകരിച്ച മാംസം, കോൺഫ്ലേക്സ്, ബട്ടർ, നെയ്യ്, ട്രാക്ടർ, കൃഷിക്കുള്ള മെഷീനുകൾ എന്നിവയാണ്. കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകൾ സർക്കാർ ജീവനക്കാർക്കെതിരെ വർദ്ധിക്കുമ്പോഴും നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർക്കാർ ജീവനക്കാർക്കെതിരായ പരാതികളിൽ ഏകപക്ഷീയമായ അന്വേഷണ നടപടികൾക്ക് തടയിട്ടുകൊണ്ടാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഏതെങ്കിലും ജീവനക്കാരനെതിരെ പരാതി ലഭിച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിനു മുൻപായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരാതിയുടെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജീവനക്കാരനും അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനും നോട്ടീസ് അയക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മേലുദ്യോഗസ്ഥൻ വിയോജിച്ചാൽ കേസെടുക്കാനാകില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണിതെന്ന് ആരോപണം. പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം. എന്തു പരാതിയാണെങ്കിലും ജീവനക്കാർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയും വ്യാജ പരാതികളിൽ നിന്ന് സംരക്ഷണം നൽകുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നും ആഭ്യന്തര വകുപ്പ് പറയുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മജിസ്ട്രേറ്റിന്റെ നോട്ടീസ് ലഭിച്ചാൽ ജീവനക്കാരന്റെ മേലുദ്യോഗസ്ഥൻ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണം. വാദിയെയും പ്രതിയെയും മേലുദ്യോഗസ്ഥന് കേൾക്കേണ്ടി വരും. എന്നിട്ടാകണം വിശദ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആരോപണ വിധേയനായ ജീവനക്കാരനെതിരെ മുൻപ് വകുപ്പുതല നടപടികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കണം. ഇതോടൊപ്പം പരാതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരനും മജിസ്ട്രേറ്റിന് നേരിട്ട് വിശദീകരണം നൽകണം. മേലുദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും ജീവനക്കാരന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമായിരിക്കും പരാതിയിൽ തുടർ അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനമെടുക്കുക. റിപ്പോർട്ടും വിശദീകരണവും സമർപ്പിക്കുന്നതിന് മജിസ്ട്രേറ്റ് സമയപരിധി നിശ്ചയിക്കാം. ഈ സമയപരിധിക്കുള്ളിൽ ഇവ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനും മജിസ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ചുരുക്കത്തിൽ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥൻ അനുകൂല റിപ്പോർട്ട് നൽകിയാലും പോലീസിന് കേസെടുക്കാനാകില്ല. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ വിവിധ സർക്കാർ വകുപ്പുകളിലെ 539 ജീവനക്കാരുടെ പേരിലാണ് അഴിമതി കൈക്കൂലി കേസുകൾ വിജിലൻസ് കണ്ടെത്തിയത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയിൽ കൂടുതലും അഴിമതി കേസുകളാണ്, 323 എണ്ണം. കൈക്കൂലി കേസുകൾ 216 എണ്ണമുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത്. റവന്യൂ, സഹകരണം, പോലീസ്, ഗതാഗതം എന്നീ വകുപ്പുകളും ഒട്ടും പിന്നിലല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പേരിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 126 കേസുകളാണ്. റവന്യൂ വകുപ്പിൽ 101 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹകരണ ജീവനക്കാരുടെ പേരിൽ 41 കേസുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ 27 കേസുകളും എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 74 അഴിമതി കേസുകളും 14 കൈക്കൂലി കേസുകളുമാണ് ജില്ലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിൽ 61 കേസുകളും തൃശൂരിൽ 53 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് കേസുകളുടെ എണ്ണത്തിൽ കുറവുള്ളത്. 2018 മുതൽ 2023 വരെയുള്ള 5 വർഷം സംസ്ഥാനത്ത് 561 ജീവനക്കാരുടെ പേരിലായിരുന്നു അഴിമതി കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഈയിടെ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായത്. അഴിമതിക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. ഇത് അഴിമതി തുടരാനുള്ള ധൈര്യമേകുന്നു. കൈക്കൂലി കേസുകളിൽ കെണിയിൽപ്പെടുത്തിയായിരുന്നു ഉദ്യോഗസ്ഥരെ വീഴ്ത്തിയിരുന്നതെങ്കിൽ പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റു പല മാർഗങ്ങൾ വഴി കൈക്കൂലി വാങ്ങാൻ വൈദഗ്ധ്യം നേടിയവരുമുണ്ട്. സസ്പെൻഷൻ കാലത്തിൽ 35% ശമ്പളം തടഞ്ഞുവെക്കുന്നതാണ് ആകെ കിട്ടുന്ന ശിക്ഷ. സസ്പെൻഷൻ ഒഴിവായാൽ മുഴുവൻ ശമ്പളവും ലഭിക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തടഞ്ഞുവെച്ച ശമ്പളവും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ കിട്ടും. ഈ സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളിലെ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കലും പ്രഹസനമാകുന്നു. ഇത്തരം കേസിൽ വകുപ്പ് മേധാവിക്ക് റിപ്പോർട്ട് അയക്കൽ മാത്രമാണ് വിജിലൻസിന്റെ ചുമതല. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇപ്പോഴത്തെ DIGയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കത്തിൽ സതീശൻ ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നിരിക്കുന്നത്. മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത കാടത്തമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
ക്യാമറയില്ലാത്ത സ്ഥലത്ത് വെച്ചും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് പോലീസ് ചെയ്തത്. ഇവരുടെ പ്രവൃത്തി പോലീസ് സേനയ്ക്ക് മാത്രമല്ല കേരള സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കസ്റ്റഡി മർദ്ദനം മനുഷ്യാവകാശ ലംഘനമാണെന്ന വിവിധ കേസുകളിൽ സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. VD സതീശൻ ചൂണ്ടിക്കാട്ടി. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തു എന്നതാണ് സുജിത്തിനെതിരെ പോലീസുകാർ ചുമത്തിയ കുറ്റം. കുന്നംകുളം SI ആയിരുന്ന നൂഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ക്രൂരമർദ്ദനം. സ്റ്റേഷനിൽ കൊണ്ടുവന്നത് മുതൽ 3-ലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലി. കുനിച്ചു നിർത്തി പുറത്തും മുഖത്തും മർദ്ദിച്ചു. സുജിത്തിന്റെ കേൾവിശക്തി നഷ്ടമായി. കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പോലീസ് നീക്കവും പൊളിഞ്ഞു. 2023 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായത്. പ്രതികളെ രക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും തുടക്കം മുതലുണ്ടായത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ 5 ഉദ്യോഗസ്ഥർ പ്രതിപട്ടികയിൽ പോലുമില്ല. പ്രതികളെ രക്ഷിക്കാൻ മുകളിൽ നിന്നും ശ്രമമുണ്ടായി. ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ റിപ്പോർട്ട് പൂഴ്ത്തിയാണ് പ്രതികളെ സംരക്ഷിച്ചത്. ഇപ്പോഴത്തെ DIGയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരത പുറത്തറിയില്ലായിരുന്നു. കണ്ണില്ലാത്ത ക്രൂരത നടത്തിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണം. ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, VD സതീശൻ നൽകിയ കത്തിൽ പറയുന്നു. അതിനിടെ TMC അംഗങ്ങൾ തങ്ങൾക്കുനേരെ വെള്ളക്കുപ്പികൾ എറിഞ്ഞതായി ബംഗാൾ BJP അംഗങ്ങൾ ആരോപിച്ചു. ഇതോടെ ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ മാർഷലുകൾ നിലയുറപ്പിച്ചു. കുടിയേറ്റക്കാരുടെ പോരാട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചയെ വഴിതെറ്റിക്കാൻ BJP ശ്രമിച്ചതായി ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. കൊച്ചി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ച യുവാവ് ലഹരി അടിപിടി കേസുകളിലും പ്രതി. പ്ലാറ്റ്ഫോമിലൂടെ ആഡംബര ബൈക്ക് ഓടിച്ച ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട യുവാവ് ഇപ്പോഴും ഒളിവിലാണ്. യുവാവിന്റെ കയ്യിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇതിലുള്ള വസ്തു ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ആയിരിക്കാം യുവാവ് ബൈക്ക് ഉപേക്ഷിച്ച് മുങ്ങിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. റെയിൽവേ പോലീസ് എറണാകുളം DYSP ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി MS അജ്മലിന്റെ പേരിലാണ് തൈക്കുടത്തെ സ്ഥാപനത്തിൽ നിന്ന് 4 ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് വാടകയ്ക്കെടുത്തിരുന്നത്. ഇവിടെ നൽകിയ തിരിച്ചറിയൽ കാർഡിൽ നിന്നാണ് ബൈക്ക് വാടകയ്ക്കെടുത്തത് അജ്മൽ ആണെന്ന് തിരിച്ചറിഞ്ഞത്. മണിക്കൂറിന് 65 രൂപ നിരക്കിൽ ഓഗസ്റ്റ് 30 ഒരു മാസത്തേക്കാണ് ബൈക്ക് എടുത്തത്. തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അജ്മൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തി. അമ്പലമേട്, കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ അജ്മലിന്റെ പേരിൽ അടിപിടി കേസുകളുണ്ട്. ഏലൂർ പോലീസ് 2022 എറണാകുളം എക്സൈസ്, കളമശ്ശേരി പോലീസ് എന്നിവർ 2024 MDMAയുമായി ബന്ധപ്പെട്ട് അജ്മലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസുകളിലെല്ലാം ജാമ്യത്തിലാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30 പ്ലാറ്റ്ഫോമിന്റെ 2-ാം നമ്പർ പ്രവേശന കവാടത്തിലൂടെ യുവാവ് ബൈക്കുമായി പ്രവേശിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. യുവാവിനെ പിടികൂടാൻ RPF ശ്രമിച്ചെങ്കിലും യുവാവ് ബൈക്ക് നിർത്തി താക്കോലുമായി കടന്നു കളഞ്ഞുകയായിരുന്നു. ലഹരി കേസുകളിൽ പ്രതിയാണെന്നതുകൊണ്ട് തന്നെ ഒന്നുകിൽ ബൈക്ക് ഓടിച്ചിരുന്ന സമയത്ത് യുവാവ് ലഹരി ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ ബാഗിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കാം. ഇതിനാലാണ് ഓടി രക്ഷപ്പെട്ടത് എന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആരിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പ്ലാറ്റ്ഫോമാണെന്നറിയാതെ ചെറിയ വഴിയിലൂടെ കയറി വന്നതുമാകാമെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. അധ്യക്ഷനു പകരം ഉപാധ്യക്ഷന് താൽക്കാലിക ചുമതല നൽകേണ്ടതാണ് സ്വാഭാവിക നടപടിക്രമം. നിലവിൽ 1-ലധികം ഉപാധ്യക്ഷന്മാരാണ് സംഘടനയിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് തൃശൂർ DCC പ്രസിഡന്റായിരുന്ന ജോസ് വെള്ളൂർ രാജിവെച്ചതിന് പിന്നാലെ പാലക്കാട് MP VK ശ്രീകണ്ഠന് പാർട്ടി പകരം ചുമതല നൽകിയിരുന്നു. തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ മുതിർന്ന നേതാവ് N ശക്തനും ചുമതല നൽകി ദേശീയ നേതൃത്വം പ്രഖ്യാപനം നടത്തി. എന്നാൽ നേതൃത്വത്തിന് അത്ര എളുപ്പമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനം. രാഹുലിന്റെ രാജിയോടെ പാർട്ടിയിൽ വീണ്ടും തലപൊക്കിയ ഗ്രൂപ്പുകളെ സമവായത്തിലെത്തിക്കുക എന്നതാണ് നേതൃത്വത്തിന്റെ മുന്നിലെ വെല്ലുവിളി. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് പ്രകടനം നടത്തി. നിയോജക മണ്ഡലം കമ്മിറ്റികളോടും പ്രതിഷേധ പ്രകടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഏകോപിപ്പിച്ചത്. എന്നാൽ സെക്രട്ടേറിയറ്റിലേക്കോ പോലീസ് ആസ്ഥാനത്തേക്കോ സംസ്ഥാന കമ്മിറ്റി മാർച്ച് നടത്തേണ്ടതെന്നാണ് സംഘടനയ്ക്കുള്ളിലെ ചോദ്യം. അതേസമയം സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് വിവരം. ഇന്നലെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. നേതാക്കളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ നേതൃത്വം ചർച്ച തുടരുമെന്നാണ് വിവരം. സംസ്ഥാന തലത്തിൽ തീരുമാനമുണ്ടായ ശേഷം ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും. സംഘടനയുടെ ചുമതലയിലുള്ള കൃഷ്ണ അലാവരു സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ച് അധ്യക്ഷനെ തീരുമാനിക്കുമെന്നും കൂടുതൽ വിശദാംശം അറിയില്ല എന്നുമാണ് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ്ബ് പറഞ്ഞത്. 3-4 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ പ്രതീക്ഷ.